ഏത് നഗരിക്കായിരിക്കും അങ്ങനെ ഉണ്ടാവുക? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മദീനയിൽ വന്ന് കാത്തിരിക്കുകയാണ് വാഗ്ദത്ത പ്രവാചകന്റെ ഉദയസ്ഥാനത്തേക്ക് കാത്തു സ്വീകരിക്കാൻ വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വന്നപ്പോൾ അവിടുന്ന് താമസിക്കാൻ തിരഞ്ഞെടുത്ത ഖുബായിലെ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ ഭവനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന് കാലങ്ങൾക്ക് മുമ്പേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അവിടേക്ക് കാത്തുവന്ന പണ്ഡിതരും പ്രമാണികളും ഭരണാധികാരികളുമായ ആളുകൾ ഉണ്ടാക്കി കരുതി വെച്ച ഭവനമായിരുന്നു. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമന കേന്ദ്രമാണെന്ന് മനസ്സിലാക്കി കാലങ്ങൾക്ക് മുമ്പേ മദീനയിൽ വന്ന് സ്വന്തം ഒരു മുതലാളിയായിട്ടും അടിമയാക്കപ്പെടുകയും അടിമവേല ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. എന്തിനാണ്? വാഗ്ദത്ത നബിയുടെ ആഗമന ഭൂമിയിൽ നിന്ന് പ്രവാചകരെ കാണാൻ വേണ്ടിയാണ്. അപ്പോൾ വേറെ ഒരു നഗരിക്കും നേതാവിനും ഇങ്ങനെ പറയാനില്ല. ജനിക്കുന്നതിന് മുമ്പേ ആളുകൾ വന്ന് കാത്തിരിക്കുക. ഒരു പുണ്യ വ്യക്തിത്വം വരാനുള്ള സ്ഥലമാണ്, ഞങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ വീട്ടിലേക്ക് സ്വീകരിക്കുന്ന ഒരു ആധികാരിക രേഖയുണ്ട്. തങ്ങൾക്ക് വേണ്ടി കരുതി വെച്ച വീടാണെന്ന് അറിയിച്ചുകൊണ്ട് നമ്മുടെ കഴിഞ്ഞ ഒരു സ്നേഹപ്രപഞ്ചത്തിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ് എന്ന് പറയാൻ ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു പ്രയോഗിച്ചത് വളരെ മനോഹരമായ ഒരു പ്രയോഗമാണ്. യാ ഖൈറ മൻ യമ്മൽ ആഫൂന സാഹതഹു സഅയൻ വഫൗക മുതൂനിൽ ഐനുഖിർ റുസുമി. ഓടിപ്പാഞ്ഞു വരുന്ന കുതിരകളുടെ മേലെയും നാൽക്കാലി വാഹനങ്ങളുടെ മേലെയും കാൽനടയായും ആളുകൾ എത്തിച്ചേരുന്ന ആസ്ഥാനത്തിന്റെ നായകരായ പുണ്യപ്രവാചകരെ എന്ന്. ഇന്നും കാൽനടയായും അതിവേഗ വാഹനങ്ങളിലും ഫ്ലൈറ്റിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്ദർശിക്കാൻ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ വന്നണഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഒരു നേതാവിനെ കാലം ഒരു നിമിഷം പോലും ഇമയടക്കാതെ താലോലിച്ച് പരിപാലിച്ച് അടുത്ത തലമുറകൾക്ക് കൈമാറി 1400 വർഷങ്ങൾക്ക് ശേഷവും ഇമയടക്കാതെ നോറ്റുവെച്ച് കൈമാറിക്കൊടുക്കുന്ന ഒരു നേതാവിനെ ലോകത്ത് കാണാൻ സാധിക്കുകയില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയെ കുറിച്ച് ഇമാമെ അഹ്മദ് റിളാ ഖാൻ ഫാദിലെ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഹം ഖാക്ക് ഹേ ഓർ ഖാക്ക് ഹി മഹവാ ഹേ ഹമാരാ, ഖാക്കി തോ ആദം ജദ്ദ് അലാ ഹേ ഹമാരാ. ഹം ഖാക്ക് ഹേ, നമ്മളെ മണ്ണാണ്. ഓർ ഖാക്ക് ഹി മഹവാ ഹേ ഹമാരാ, നമ്മൾ നാളെ മടങ്ങിച്ചെല്ലാനുള്ളതും മണ്ണിലേക്കാണ്. ഖാക്കി തോ ആദം ജദ്ദ് അലാ ഹേ ഹമാരാ, നമ്മുടെ ഏറ്റവും പ്രായമുള്ള ഏറ്റവും വലിയ പിതാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യ പിതാവായ ആദം അലൈഹിസ്സലാമും മണ്ണിൽ നിന്നുള്ളതാണ്. ഈ മണ്ണ് നിസ്സാരമല്ല. മണ്ണിൽ നിന്ന് നമ്മെ പടച്ചു, മണ്ണിലേക്കാണ് നമ്മൾ പോകാനുള്ളത്. അതേ മണ്ണിൽ നിന്നാണ് ആദം അലൈഹിസ്സലാം വന്നത്. അല്ലാഹ് ഹമേ ഖാക്ക് കരേ അപ്നെ തലബ് ये खाक तो सरकार से तमगा है हमारा.
ഈ മണ്ണിൽ നിന്ന് നമ്മളെ പടച്ചത് അള്ളാഹുവിൻ്റെ നിശ്ചയമാണ്. എന്നാൽ ഈ മണ്ണ് നമുക്ക് സമ്മാനിക്കുന്നത്, നമ്മളിലേക്ക് ഈ മൺകൂടിനെ പകർന്നു തരുന്നതാരാണ്? സർക്കാർ സെ തമഗാ ഹെ ഹമാരാ, നമ്മുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയ സമ്മാനമാണ് ഈ മണ്ണ്. എന്നിട്ട് മഹാനായ ഇമാം അഹ്മദ് റിളാ ഖാൻ തങ്ങൾ വിശദീകരിക്കുകയാണ്, ജിസ് ഖാക്ക് പെ രഖ്തേ ദേ ഖദം സയ്യിദ് ആലം, ഇസ് ഖാക്ക് പെ ഖുർബാൻ ദിൽ ശൈദാ ഹെ ഹമാരാ, ജിസ് ഖാക്ക് പെ രഖ്തേ ദേ ഖദം സയ്യിദ് ആലം. ഏതൊരു മണ്ണിലാണോ ലോകത്തിന്റെ നായകരുടെ പാദമൂന്നിയത്, ഏതൊരു മണ്ണിലാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാദം അമർന്നത്, ഉസ് ഖാക്ക് പെ ഖുർബാൻ ദിൽ ശൈദാ ഹെ ഹമാരാ, ആ മണ്ണിനു വേണ്ടി നമ്മൾ എല്ലാം സമർപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ ജീവനും ആ മണ്ണിനു നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ ഈ മണ്ണിന്റെ പുണ്യം പറയുകയാണ്, ഈ ഭൂമിയുടെ മഹാത്മ്യം പറയുകയാണ്. അത് പറഞ്ഞു വന്നിട്ട് ഇമാമേ അഹ്മദ് റിളാ ഖാൻ തങ്ങൾ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാദം പതിഞ്ഞ മണ്ണിന് ജീവൻ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അഹം ഹോ ഗയി പുഷ്ത് ഫലക് ഇസ്തഅന ജമീൻ സേ, सुन हम पे मदीना है वो रुतबा है हमारा, हम हो गई पुश्त फलक इस तान जमीन से, सुन हम पे मदीना है वो रुतबा है हमारा. ഭൂമി ആകാശത്തോട് പറയുകയാണ്, ഭൂമി ആകാശത്തോട് പറയുകയാണ്, എന്റെ സ്ഥാനവും ബഹുമാനവും എല്ലാം എന്താണെന്നറിയുമോ? മദീന എന്റെ കയ്യിലാണുള്ളത്. ഭൂമിക്ക് ആകാശത്തോട് പറയാനുള്ളത്, ഭൂമിക്ക് ആകാശത്തോട് പരാതി പറയാനുള്ളത്, അഭിമാനം പറയാനുള്ളത്, രണ്ടും, കുറ്റപ്പെടുത്താനുള്ളതും അഭിമാനം പറയാനുള്ളതും. ആകാശം മേലെയായതുകൊണ്ട് ഗമയിൽ നിൽക്കുകയാണ്. ഭൂമി പറയുന്നു, ശരി, നീ മേലെയാണെങ്കിലും നിന്നോടെനിക്ക് പറയാനുണ്ട്. അതെന്താണ്? മദീന എന്റെ കയ്യിലാണ്, മദീന എന്റെ മാറിടത്തിലാണ്. ഉസ്നെ ലഖബ് ഖാക്ക് ശഹൻശാഹ് സെ പായാ, जो हैदर करार के मौला है हमारा. ഈ മണ്ണിനെ നിസ്സാരമായി കാണേണ്ടതില്ല. ആകാശത്തോട് പറയുകയാണ്, എന്റെ കയ്യിലാണ് മദീനയുള്ളത് എന്ന് മാത്രമല്ല, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിന് ഓമനപ്പേരു നൽകി അബൂ തുറാബ്, മണ്ണിന്റെ പുത്രനെന്ന്. അബൂ തുറാബ്, ആ ഒരു ഓമനപ്പേരു നൽകി. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മദീനയുടെ മഹിമയാണ് പറയാനുള്ളത്. എന്നാൽ ഏ മുദ്ദഇയോ ഖാക്ക് കോ തും ഖാക്ക് ന സമझे, ഇസ് ഖാക്ക് മേ മദ്ഫൂൻ ഷഹേ ബത്ഹാ ഹെ ഹമാരാ. നമ്മൾ ബുറുദ വിശദീകരിക്കുന്നത് പോലെ ഓരോ വരികളും വിശദീകരിക്കപ്പെടേണ്ട വരികളാണ് ഇമാമെ അഹ്മദ് റിളാ ഖാൻ ഫാദിലെ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി. നമ്മൾ കേരളീയരായ ആളുകൾക്ക് കുറച്ചേ അറിയൂ. പക്ഷേ ലോകത്ത് തന്നെ വലിയൊരു അത്ഭുതമാണ് ബഹുമാനപ്പെട്ട അഹ്മദ് റിളാ ഖാൻ തങ്ങൾ. കാരണം എന്താ? കോടിക്കണക്കിന് വിശ്വാസികൾ നിത്യജീവിതത്തിൽ പാരായണം ചെയ്യുന്ന വരികളുടെ ഉടമയാണ് അഹ്മദ് റിളാ ഖാൻ ഫാദിലെ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി.
ആ അർത്ഥത്തിൽ ബുറുദയും അത്രത്തോളം എത്തിയിട്ടില്ല. ബുറുദ ലോകത്തെല്ലായിടത്തും പാരായണം ചെയ്യുന്നുണ്ട്, ശരി. എന്നാൽ നിത്യജീവിതത്തിൽ കോടിക്കണക്കിന് ജനങ്ങൾ, ചിലർ 5 നേരവും പാരായണം ചെയ്യുന്നു. ഒരു നേരമെങ്കിലും പാരായണം ചെയ്യാത്തവർ കുറവായിരിക്കും. ഉത്തരേന്ത്യയിൽ കേരളം വിട്ട് ഉത്തര കർണാടക മുതൽ ഹുബ്ബളി മുതൽ നമ്മൾ നേരെ നോർത്ത് ഇന്ത്യയിലേക്ക് മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഹരിയാന, രാജസ്ഥാൻ, UP, ഡൽഹി, ആന്ധ്രാപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, മണിപ്പൂർ, ത്രിപുര, ആസാം, ഈ സ്റ്റേറ്റുകളിലെല്ലാം പോയി നോക്കിയാൽ അവിടെയെല്ലാം ഏറ്റവും ചുരുങ്ങിയത് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടെങ്കിലും ആളുകൾ ഖിബിലയിൽ നിന്ന് അല്പം വലത്തോട്ട് ചരിഞ്ഞു നിന്ന് ചെല്ലാൻ തുടങ്ങും. മുസ്തഫ ജാനെ റഹ്മത്ത് പേ ലാഖോ സലാം. ഈമാൻ കാര്യവും ഇസ്ലാം കാര്യവും വുളൂവിന്റെ ഫർളും ശർത്തും ഒന്നും അറിയാത്ത ആളുകൾക്കും ഇത് കാണാതറിയാം. ഇതവര് ചൊല്ലും. അത്രയും കോടിക്കണക്കിന് ജനങ്ങളുടെ ഹൃദയത്തിൽ ഇത് ആഴ്ന്നു കിടക്കുകയാണ്. ഞങ്ങൾ ഏകദേശം 1 മാസം മുമ്പ് ഡൽഹിയിൽ ഹുമയൂൺ ടോംബിന്റെ ബാക്കിലുള്ള ഒരു പള്ളിയിൽ ജുമയ്ക്ക് കൂടി. നിബിഡമായ പള്ളി. ജുമാ നിസ്കാരം കഴിഞ്ഞു. ആയിരക്കണക്കിന് ആളുകൾ അവിടെ നിസ്കരിച്ചിട്ടുണ്ട്. അതിൽ ഭൂരിപക്ഷം ആളുകളും ജുമാ നിസ്കാരം കഴിഞ്ഞ് അതേ മുസല്ലയിൽ തന്നെ ഇരിക്കുകയാണ്. ഇമാമ മെഹ്റാബിൽ നിന്ന് ദുആ ചെയ്യുമ്പോഴും ആ ദുആഇന് വേണ്ടി തെരഞ്ഞെടുത്ത വരികൾ ഇമാമെ അഹ്മദ് റിളാ ഖാൻ തങ്ങളുടെ കവിതയിൽ നിന്നുള്ള വരികളാണ്. പിന്നെ സുന്നത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞു. ഹനഫി മദ്ഹബില് വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞാൽ 6 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. ആ സുന്നത്ത് നിസ്കാരമൊക്കെ ഭൂരിപക്ഷ ആളുകൾ നിസ്കരിച്ചു. അത് കഴിഞ്ഞ് അവിടെ അടങ്ങിയിരിക്കുന്നൊരു മഹാനായ വലിയന്റെ മക്കാമിന്റെ പരിസരത്ത് നിന്ന് ആളുകൾ അങ്ങനെ എല്ലാവരും, പാവപ്പെട്ടവരും അല്ലാത്തവരും എല്ലാവരും മുസ്തഫ ജാനെ ചൊല്ലുന്ന ഒരു രംഗം. മാഷാ അല്ലാഹ്, ഇതുപോലെ കോടിക്കണക്കിന് ജനങ്ങളുടെ നിത്യജീവിതത്തിൽ ചൊല്ലുന്ന കവിതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിന്റെ ഈരടികളാണ്. അഹ്മദ് റിളാ ഖാൻ ഫാദിലെ ബറേൽവി തങ്ങളുടെ മുസ്തഫ ജാനെ മഹാനവറുകളുടെ ഹദായിഖെ ബഖ്ശിഷിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹാത്മ്യം ചൊല്ലിയത് കൊണ്ടാണ് അഹ്മദ് റിളാ ഖാൻ തങ്ങൾ ഇത്രയും കോടിക്കണക്കിന് ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം നേടിയത്. എന്ന് മാത്രല്ല, ഈ പറയുന്ന കോടിക്കണക്കിന് ജനങ്ങളുടെ അടിസ്ഥാന വിശ്വാസം സുന്നത്ത് ജമാഅത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നതിൽ ഈ കവിതയ്ക്കും ഈ പാരമ്പര്യത്തിനും ഒരു പങ്കുണ്ട്. കോടിക്കണക്കിന് എന്ന് ഞാൻ പറയണ എന്താ, കേരളത്തിൽ കേവലം 80 ലക്ഷം മുസ്ലിമീങ്ങളെ ഉള്ളൂ. UP-യിൽ 4.5 കോടിയിലേറെ മുസ്ലിങ്ങളുണ്ട്. വെസ്റ്റ് ബംഗാളിൽ 3 കോടിയോളം വരുന്ന മുസ്ലിങ്ങളുണ്ട്. ഇന്ത്യയിൽ മൊത്തം 30 കോടി മുസ്ലിമീങ്ങളുണ്ടെങ്കിൽ 29 കോടി 20 ലക്ഷം ജനങ്ങളും കേരളത്തിന് പുറത്ത് കിടക്കുക. നമ്മൾ കേരളത്തിൻ്റെ ഈ ഇട്ടാവട്ടത്തിനുള്ള കഥയെ അറിയുന്നുള്ളൂ പലപ്പോഴും. കേരളത്തിലെ മൊത്തം ജനസംഖ്യ എത്ര? 3.5 കോടി ജനങ്ങളെ ഉള്ളൂ. അതിനേക്കാൾ കൂടുതലാണ് UP-യിലെ മുസ്ലിം ജനസംഖ്യ. 6 അറബ് രാജ്യങ്ങളിലും കൂടി 5.5 കോടി ജനങ്ങളെ ഉള്ളൂ. 5.5 കോടി ജനങ്ങളെ ഉള്ളൂ. കുവൈത്തിലും ഖത്തറിലും ബഹ്റൈനിലും ഒമാനിലും സൗദിയിലും എല്ലാമായി
5.5 കോടി മുസ്ലിം ജനങ്ങളേ ഉള്ളൂ എങ്കിൽ അതേ 4.5 കോടി വിശ്വാസികൾ വിശ്വസിക്കുന്ന യുപിയിലാണ്, മുസ്ലിമീങ്ങൾ താമസിക്കുന്ന യുപിയുടെ മാറിടത്തിലാണ്, ബറേലിയിലാണ് അഹമ്മദ് റിളാ ഖാൻ തങ്ങൾ വിശ്രമിക്കുന്നത്. ഞാൻ ഇന്നലെ ചൊല്ലിയ ജമീലെ ഖാദിരി അവറുകളുടെ വരികളുണ്ട്. മഹാനവറുകളും വിശ്രമിക്കുന്നത് യുപിയിലാണ്. യുപിയിലെ സംഭൽ എന്ന് പറയുന്ന പ്രദേശത്താണ്. അപ്പൊ അവരുടെയൊക്കെ കവിതകൾ ജീവിതത്തിൽ നിത്യമായി ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് കോടിക്കണക്കിന് ജനങ്ങളാണെന്ന് പറഞ്ഞാൽ അത് ശരിയായ ഒരർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്, ആലങ്കാരികമായിട്ട് പറഞ്ഞതല്ല. അപ്പോൾ മഹാനവറുകൾ പറയാണ്, യേ മുദ്ദഇയോ ഖാഖ് കോ തും ഖാഖ് ന സമझे इस खाक में मदफून शहे बतहा है हमारा. അല്ലയോ മനുഷ്യ, ഈ മണ്ണിനെ നീ കേവലം മണ്ണാണെന്ന് വിചാരിക്കരുത്. ഇസ് ഖാക് മിൻ മദ്ഫൂൻ, ഈ മണ്ണിലാണ് മറമാടപ്പെട്ടിരിക്കുന്നത്. ഷഹേ ബത്ഹാ ഹെ ഹമാരാ, ബത്ഹ എന്ന മദീനയിലെ രാജാവ് അന്ത്യവിശ്രമം കൊള്ളുന്നത് ഈ മണ്ണിലാണ്, ഭൂമിയിലാണ്. ഹേ ഖാക്ക് സെ തഅമീർ മസാർ ഷഹ കൗനൈൻ മഅമൂർ ഇസി ഖാക്ക് സെ ഖിബ്ലാ ഹെ ഹമാരാ. ഭൂമി ആകാശത്തോട് പറയാ, നീ വലിയ ഗമ അടിച്ച് മേളിൽ കയറി നിൽക്കണ്ട, ഇത് കേവലം മണ്ണാണ്, താഴെയാണ് ഭൂമിയാന്ന് മനസ്സിലാക്കണ്ട. എന്റെ മാറിടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്നത്. എന്നിട്ട് പറയുന്നു, യേ ഖാക്ക് ഹെ സെ തഅമീർ മസാർ ഷഹേ കൗനൈൻ, മനുഷ്യഭൂവർഗത്തിന്റെയും ഭൂതവർഗത്തിന്റെയും രാജാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മസാർ ഉൾക്കൊള്ളുന്നത്, അവിടുത്തെ ഹുജറത്തു ശരീഫയുള്ളത്, മഖാമുള്ളത് ഈ മണ്ണിലാണ്. മഅമൂർ ഇസി ഖാക്ക് സേ, ഈ മണ്ണുകൊണ്ട് പടുത്തുയർത്തിയതാണ്. ഖിബ്ലാ ഹെ ഹമാരാ, നമ്മുടെ ഖിബ്ലയും ഈ മണ്ണിൽ നിന്നുണ്ടാക്കിയതാണ്. ഇതെല്ലാം പറഞ്ഞിട്ട് മഹാനായ ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു പറയാണ്, ഇമാം അഹ്മദ് റിളാ ഖാൻ തങ്ങൾ പറയാണ്, हम खाक उड़ाएंगे जो खाक न पाई, आबाद रजा जिस पे मदीना है हमारा. ഈ മദീനയിലുള്ള മണ്ണ് നമ്മൾ എടുക്കുകയാണ്. മദീനയുടെ മണൽത്തരിയൊന്ന് കിട്ടിയാൽ അവൻ എത്ര വിജയിയായി മാറി. മദീനയുടെ മണ്ണ് കിട്ടിയാൽ ഈ റസാ അഹ്മദ് റിളാ എത്ര ഭാഗ്യവാനായി. മദീനയുടെ മണ്ണിന് കസ്തൂരിയേക്കാൾ വലിയ മൂല്യമാണ്. അമൂല്യമായതാണ് മദീനയുടെ മണ്ണ്. ഇതാണ് ഇമാം ബൂസീരി തങ്ങൾ പറയുന്നതും, യാ ഖൈറ മൻ യമ്മൽ അഫൂന സാഹതഹു സഅയൻ വഫൗക മുതൂനില്ലൈനു ഖിർറുസുമി മൗലായ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ മദീന ലോകമെല്ലാം വരാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന കേന്ദ്രമാണ്. പരകോടി ആശിഖീങ്ങളുടെ ഹൃത്തടത്തിൽ നിന്ന് കൊതി മാറിയിട്ടില്ല. മതാ അഫൂസു ബിനളറത്തിൻ യാ സയ്യിദി വമതാ ഉകഹിലു മിൻ സറാക ജുഫൂനി. അനാഖീദുൽ ളിയായിൽ കാണാം, അതാ ചോദിക്കുകയാണ്, ഫമതാ അഫൂസു ബിനളറത്തിൻ യാ സയ്യിദി, അല്ലയോ നേതാവായ പുണ്യപ്രവാചകരെ, എപ്പോഴാണ് അവിടുത്തെ ഒന്ന് കാണാൻ എനിക്ക് കഴിയുക? ഫമതാ ഉകഹിലു
മിൻ സറാക ജുഫൂനി, എൻ്റെ ഇമകളിൽ അവിടുത്തെ മണ്ണെടുത്തൊന്ന് സുറുമയണിയാൻ എപ്പോഴാണ് സാധിക്കുക? പ്രിയമുള്ളവരെ, അറിയണം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ വിശ്രമിക്കുന്ന മദീനയിലേക്കാണ് ലോകം മുഴുവനും തിരിഞ്ഞു നിൽക്കുന്നത്. ഖിബ്ലത്തു ഖൽബിൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ ഹൃദയത്തിൻ്റെ ആസ്ഥാനമാണത്. നാസമാൻ കോയോ സർകശീദാ ഹോ നാഥാ, ഹുസൂർ ഖാക് മദീന ഹമീദാ ഹോ നാഥാ. ഇമാം ബൂസീരി റളിയല്ലാഹു, ഇമാം അഹ്മദ് റിളാ ഖാൻ തങ്ങൾ മറ്റൊരു വരിയിലൂടെ പറയുകയാണ്, അല്ലയോ ആകാശമൊന്ന് മറുപടി പറയേണ്ടതുണ്ട്, മദീനയിൽ നിന്നുയരുന്ന ഹബീബിന്റെ ശബ്ദത്തിനൊന്ന് മറുപടി പറയേണ്ടതുണ്ട്. ആകാശം അഗർ ഗുലോം കെ ഖസാനാ റസീദാ ഹോനാ താ, ഗനാർ ഖാർ മദീന വമീദാ ഹോനാ താ. മദീനയുടെ ചെടികൾ പുഞ്ചിരിക്കാൻ വേണ്ടി വിടർന്നു നിൽക്കുകയാണ്. ഈ വിടർന്നു നിൽക്കുന്ന പൂവുകളുള്ള ചെടികളുള്ള ഈ മദീനയോടൊന്ന് മറുപടി പറയണം. ആകാശമേ, നീ ഒന്ന് മറുപടി പറയണം. ഹുസൂർ ഉൻകെ ഖിലാഫ് അദബ് ദീ ബേതാബി, മേരി ഉമീദ് തുജേ ആറമീദാ ഹോനാ ഥാ. അങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നിട്ട് മഹാനായ ഇമാം അവർക്ക് ഇനിയും പറയാനുള്ളത് ഞാൻ എല്ലാ വരികളും വിശദീകരിക്കുന്നില്ല. കൈസെ ഖിൽതാ കെ ഉൻകെ സവാ ശഫീഅ നഹി, അബസ് നൗറോൻ കെ ആകെ തബീദാ ഹോനാ ഥാ. ഇത് ശുപാർശയുടെ നേതാനായകർ കിടക്കുന്ന മണ്ണാണ്. ഇത് ശഫാഅത്തിന്റെ രാജാവ് കിടക്കുന്ന മണ്ണാണ്. അതുകൊണ്ടാണ് അബ്ദുല്ലാഹ് ഇബ്നു അലവി അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് വരാൻ കൊതിച്ച് കാത്തിരുന്നു. അവസാനം മദീനയിൽ വന്നിട്ട് പറഞ്ഞു, ഫൂദുൻ വസുവാറുൻ വളിയാഫു ഹളറതി വദുരിയത്തുൻ ജിനാക ബിശ്ശൗഖി വൽ ഹുബ്ബി സ്വലാത്തും വതസ്ലീമുൻ അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറിൽ ബരിയത്തി. ലോകത്ത് തീർത്ഥാടകർ ഇത്രത്തോളം വന്ന ഒരു തീർത്ഥാടന കേന്ദ്രമില്ല. കേവലം ഒരു വരവല്ല, കേവലം ഒരു കാഴ്ചയല്ല, കേവലം ഒരു സന്ദർശനമല്ല, മനസ്സ് ചേർത്ത് വെച്ചുകൊണ്ടുള്ള സഞ്ചാരമാണ്. ഇമാം ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഇദ് ജിഅതു ത്വയ്ബത റൗമ സൗറത ഖബരിഹി ഉമീതു മദ്ഹൂഷൻ ബിഹൈബതി ഖദരിഹി. മദീനയുടെ പുണ്യം നമ്മൾ അറിയണം. മദീനയെക്കുറിച്ച് മാത്രം നമ്മുടെ ഈ പരമ്പരയിൽ 4 നാളുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മദീനയിലെ വിശേഷങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മദീനയിലെ നാളുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ ചെയ്ത് വന്നപ്പോഴുള്ള അധ്യായം നമ്മുടെ സ്നേഹപ്രപഞ്ചത്തിന്റെ 6-മത്തെയോ 7-മത്തെയോ വർഷം മദീനയിലെ വിശേഷങ്ങൾ നമ്മൾ എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 16-ാം വർഷത്തിലെ 3-ാം ദിവസത്തിലാണ് നിലകൊള്ളുന്നത്. കഴിഞ്ഞ അധ്യായങ്ങളിൽ മദീന വന്നുപോയി. അതുകൊണ്ട് ഞാൻ ആ അധ്യായങ്ങളൊന്നും ഇവിടെ ആവർത്തിക്കുന്നില്ല. മദീനയുടെ മണ്ണ് പരകോടികളുടെ ഹൃദയം ചേർത്തു വെച്ച മണ്ണാണ്. ഇതുപോലെ ലോകത്തൊരു നായകരുടെയും കേന്ദ്രത്തിലേക്ക് ആളുകൾ വരുന്നില്ല. മതനിഷേധികൾ, നിരീശ്വരവാദികൾ, പല ആളുകളും മതത്തെയും പ്രവാചകരെയും ഒക്കെ വിമർശിക്കുമ്പോ ലോകത്ത് നിലനിൽക്കുന്ന ചില സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ നമ്മൾ അറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ
അനുഭവിക്കാൻ മദീനയിൽ ആളുകൾ വരുന്നത് പോലെ ലോകത്താരെ അനുഭവിക്കാൻ ആളുകൾ അവരുടെ ആസ്ഥാനങ്ങളിലേക്ക് പോകുന്നു? ചോദിച്ചു നോക്കുക. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതുല്യ വ്യക്തിത്വമായി എന്തുകൊണ്ട് വായിച്ചുകൂടാ? മദീനയുടെ മണ്ണ് മഹാനായ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിന് മദീനയുടെ മണ്ണിൽ പാദമൂന്നുമ്പോൾ ചെരുപ്പ് ധരിക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ്? അത് മതത്തിന്റെ നിയമമല്ല. നിയമങ്ങൾക്കെല്ലാം അപ്പുറമുള്ള ഹൃദയത്തിലെ അനുരാഗവും അകക്കണ്ണുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടതിന്റെ ആദരവുമാണ്. ഇവിടെ നിയമത്തിന്റെ മാത്രം അളവുകോൽ വെച്ച് മൗലിദ് ആഘോഷിക്കണോ എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് നൽകുന്ന മറുപടിയാണ് 4 പതിറ്റാണ്ടിന്റെ മദീനയിലെ ജീവിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കിടക്കുന്ന ഭൂമികയിൽ പാദമൂന്നി നടക്കുമ്പോൾ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആലോചിച്ചു, ചെരുപ്പിട്ട് എങ്ങനെ ചവിട്ടും? ഞാൻ കടന്നു പോകുന്ന വഴിയിൽ എവിടെയായിരിക്കും ഇന്നലെ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടന്നിട്ടുണ്ടാവുക? എവിടെയായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നലെ ഇരുന്നിട്ടുണ്ടാവുക? എവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നലെ സഞ്ചരിച്ചിട്ടുണ്ടാവുക? ഇതാലോചിച്ചാലോചിച്ച് മനസ്സ് മല കയറിയപ്പോഴാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ പാദമൂന്നാൻ കഴിയാതെ പോയത്. ഇമാം അഹ്മദ് റിളാ ഖാൻ തങ്ങൾ മദീനയിൽ ചെന്നപ്പോൾ ആലോചിച്ചു നോക്കി, ഇമാം മാലിക് തങ്ങൾ ചെരുപ്പിടാതെ നടന്ന ഈ മണ്ണിൽ ഞാനൊന്ന് ആലോചിച്ചു നോക്കട്ടെ, ഞാൻ കടന്നു പോകുന്ന വഴിയിൽ ഒരു പക്ഷേ എന്റെ ഹബീബ് കിടന്നിട്ടുണ്ടാകണം. ഹറം കീ ജമീൻ ഓർ ഖദം രഖ് കെ ചൽനാ അരേ സർ ക മൗഖ ഓ ജാനെ വാലേ. ഇതെങ്ങനെ കാല് വെച്ച് നടക്കാൻ പറ്റും? ഇത് തലയൂന്നി നടക്കേണ്ട സ്ഥലമാണല്ലോ ഇത്. കാരണം ഇസ്ഹാഖ് മിൻ പോഷീദ് ഹേ ഗോഹറേ നായാബ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർന്നിരിക്കുകയാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ വിട്ട് യാത്രയായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കബറിടത്തിലേക്ക് തൽക്കാലം ഒന്ന് വാസം മാറ്റിയിട്ടേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശാരീരികമായ സാന്നിധ്യം ഇവിടെ ഇല്ലെങ്കിലും അവിടുത്തെ ആത്മീയമായ സാന്നിധ്യം ഇവിടുന്ന് മുറിഞ്ഞു പോയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മീയമായ സാന്നിധ്യം ഇവിടുന്ന് മുറിഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ടാണ് മഹാന്മാരായ സ്വഹാബികൾ ചൊല്ലിയതുപോലെ നമ്മളും കലിമ ചൊല്ലുന്നത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ ആരാധനയ്ക്കർഹനില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതരായിരുന്നു എന്നാണോ? ദൂതരാകുന്നതിനുള്ളിൽ നമ്മൾ ജീവിക്കുന്നു. ഇപ്പോഴും ആ റിസാലത്തിന്റെ വലയത്തിനുള്ളിൽ നമ്മൾ ജീവിക്കുന്നു. നിങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. നിങ്ങൾ അറിയണം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. അവിടെ ആധ്യാത്മികമായ റിസാലത്തിന്റെ സാന്നിധ്യം ഇവിടുന്ന് മുറിഞ്ഞു പോയിട്ടില്ല. അവിടുന്ന് നേരത്തെ നമ്മളോടൊപ്പം ഇരിക്കുകയായിരുന്നു. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് പറയാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും വൃത്താന്തങ്ങളാണ്. ഖുർആൻ അത് പറയുമ്പോൾ വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സാഹിബുകും വമാ ഗവാ. വന്നജ്ം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നജ്മ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം റാസി റളിയല്ലാഹു അൻഹു ജഅഫർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ള തഫ്സീർ അങ്ങനെയാണ്. ഇദാ ഹവാ, സാധാരണയിലേറെ മുഫസ്സിറുകൾ പറഞ്ഞത് നക്ഷത്രത്തെ തന്നെ സാക്ഷ്യം, അസ്തമിച്ചാലുള്ള നക്ഷത്രം.
അതല്ല, തുറയ്യ നക്ഷത്രം പ്രഭാതത്തോട് ചേർന്ന് 7 നക്ഷത്രങ്ങളായി മാറുമ്പോൾ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. എന്നാൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ പറയുന്നൊരു തഫ്സീറാണ് വന്നജ്മി അൽ മുറാദു മിൻ നജ്മി റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തുനബി തങ്ങൾ സാക്ഷി. ഇദാ ഹവാ, അവിടുന്ന് ഉപരിമണ്ഡലത്തിൽ നിന്ന് താഴേക്ക് വന്നാൽ, അത് രണ്ടർത്ഥത്തിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയുക്തരായി ഭൂമിയിലേക്ക് വരിക. നബി